എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ്. ക്രിസ്മസിന് ഇനി 2 മാസം പോലും ഇല്ല. ക്രിസ്മസ് പ്ലം കേക്ക് നമുക്ക് ഉണ്ടാക്കണ്ടേ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴാണ് കിട്ടുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലൊക്കെ ഒരുപാട് ടേസ്റ്റിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ആൽക്കഹോളിൽ സോക്ക് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസിൽ, എന്തിന് കട്ടൻ കാപ്പിയിൽ വരെ സോക്ക് ചെയ്യാം. ആൽക്കഹോളിൽ സോക്ക് ചെയ്യുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ്. പക്ഷേ അത് നമ്മൾ നേരത്തെ തന്നെ സോക്ക് ചെയ്ത് വെക്കണം. ഒരു 20 ദിവസമെങ്കിലും സോക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും. അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും ആൽക്കഹോളും ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട്. ഞാനിവിടെ മൊത്തം 1 കിലോ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇപ്രാവശ്യം സോക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ചിലവ് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നട്ട്സ് സോക്ക് ചെയ്യുന്നില്ല. നട്ട്സ് സോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് സോഗിയായി പോകും. ഫ്രഷ് ആയിട്ട് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നട്ട്സ് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്താലും മതിയാകും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആൽക്കഹോളിൽ സോക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസിലും സോക്ക് ചെയ്യാവുന്നതാണ്. അത് പക്ഷേ ഒരു ദിവസം മുന്നേ മാത്രമേ സോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എത്രയൊക്കെ ക്വാണ്ടിറ്റീസിലാണ് സോക്ക് ചെയ്തതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരു കളഞ്ഞ് വേണം നമ്മൾ എടുക്കാനായിട്ട്. കുരു കളഞ്ഞ് 150 ഗ്രാം ഡേറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉണക്കമുന്തിരിങ്ങ റേസിൻസ് വേണം. കറുത്ത മുന്തിരിങ്ങയാണ് നമ്മൾ കൂടുതൽ ചേർക്കുന്നത്, മുറിക്കുമ്പോൾ കാണാനൊക്കെ ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ 100 ഗ്രാം കറുത്ത മുന്തിരിങ്ങയും 50 ഗ്രാം ഗോൾഡൻ അല്ലെങ്കിൽ സുൽത്താനാസും എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഗ്ലേസ്ഡ് ചെറീസ് 100 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ക്യാൻഡീഡ് ജിഞ്ചർ, അതായത് ഇഞ്ചി വിളയിച്ചത്. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മിക്സഡ് ബെറീസ് എടുത്തിട്ടുണ്ട്. അത് 100 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ ട്യൂട്ടി ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് യെല്ലോയും റെഡും ആണ് കിട്ടിയിരിക്കുന്നത്. അതും 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചേർക്കണം എന്നില്ല. അത്യാവശ്യം വേണ്ടത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഇത് കൂടാതെ ഞാൻ 75 ഗ്രാം ഡ്രൈഡ് പ്ലം എടുത്തിട്ടുണ്ട്. 1 കിലോ കറക്റ്റ് തികയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലാസ്റ്റ് ഇരിക്കുന്ന ഇത്രയും ഐറ്റംസ് 75 ഗ്രാം വെച്ചിട്ട് എടുത്തിരിക്കുന്നത്. പ്ലം കൂടാതെ ഡ്രൈഡ് ക്രാൻബെറീസ് എടുത്തിട്ടുണ്ട്. ഇത് സാധാരണയായിട്ട് പ്ലം കേക്കിലൊക്കെ ചേർക്കുന്നതാണ്. അതോടൊപ്പം തന്നെ 75 ഗ്രാം ആപ്രിക്കോട്ടും 75 ഗ്രാം പ്രൂൺസും എടുത്തിട്ടുണ്ട്. പ്രൂൺസ് എന്ന് പറയുന്നതും ഡ്രൈഡ് പ്ലം തന്നെയാണ്. പക്ഷേ ഡ്രൈയിങ് പ്രോസസ്സ് കുറച്ച് വ്യത്യാസം കാണാം, എത്ര നേരം ഉണക്കുന്നുള്ളതും ടെമ്പറേച്ചറും ഒക്കെ. അതുപോലെ തന്നെ പ്രൂൺസിൽ കുരു കാണില്ല, കുറച്ചൊരു ബിറ്റർ ടേസ്റ്റും ആയിരിക്കും, കയ്പ്പായിരിക്കും. ഡ്രൈഡ് പ്ലമ്മിന് നല്ല മധുരമാണ്. അപ്പോൾ താഴത്തെ ലെയറിലിരിക്കുന്നതെല്ലാം നമ്മൾ 75 ഗ്രാം വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. മുകളിലിരിക്കുന്നതെല്ലാം നമ്മൾ 100 ഗ്രാം വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഈന്തപ്പഴവും റേസിൻസും 150 ഗ്രാം വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കാം. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് ഫിക്സ് വേണമെങ്കിൽ ചേർക്കാം, കിവി, പൈനാപ്പിൾ ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ വർഷം ഫിക്സ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതെല്ലാം മിക്സ് ചെയ്യുന്നതിന് സോക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ചെറുതായിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടിയും റൈസിൻസും ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നാൽ ഈന്തപ്പഴവും ഗോൾഡൻ റൈസിൻസ് സുൽത്താനാസും ഒക്കെ നമ്മൾ ചെറുതായിട്ട് തന്നെ മുറിച്ച് ചേർക്കണം. നല്ല മൂർച്ചയുള്ള നൈഫ് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ഡ്രൈ ഫ്രൂട്ട്സ് ചോപ്പ് ചെയ്യാനായിട്ട് കുറച്ച് സ്റ്റിക്കി ആയിരിക്കും, കുറച്ച് പാടായിരിക്കും. നമ്മൾ സോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് പിന്നെയും വീർത്ത് വലിപ്പം കൂടില്ലേ, അതുകൊണ്ടിട്ടാണ് നമ്മളിത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ആൽക്കഹോളിൽ സോക്ക് ചെയ്തിട്ട് മിനിമം ഒരാഴ്ചയെങ്കിലും വെക്കണം. 20 ദിവസമൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വരും. എത്ര നാളിരിക്കുന്നു അത്രയും നല്ലത്. 1 വർഷമൊക്കെ ഇരിക്കുകയാണെങ്കിൽ സൂപ്പറാണ്. 1 കിലോ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് നമ്മളിവിടെ സോക്ക് ചെയ്യുന്നത്. ഈ ഒരളവിന് 1 കിലോ വീതമുള്ള 5 or 6 നല്ല റിച്ച് ആയിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പം നമ്മളിത് കൈവച്ച് തന്നെ ആദ്യം ഒരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്യണം. അല്ലാന്ന് വെച്ചാൽ നമ്മുടെ ഈന്തപ്പഴമൊക്കെ തങ്ങളിൽ ഒട്ടിയിരിക്കും. നമ്മളിത് ആൽക്കഹോളിൽ സോക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഒന്നെങ്കിൽ നമുക്കിതുപോലെ ഓറഞ്ച് മാർമലേഡ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ വർഷം ഇതാണ് ചേർത്തത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്ന് വെച്ചാൽ ഡ്രൈഡ് സ്വീറ്റ് ഓറഞ്ചസ്, ഇതും ഡ്രൈ ഫ്രൂട്ട്സ് കടയിൽ കിട്ടും, ഇത് ചേർക്കാം. പക്ഷേ ഇതിലും നല്ലത് ക്യാൻഡീഡ് ഓറഞ്ച് പീലാണ്, അതായത് ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചത്. അതും ഡ്രൈ ഫ്രൂട്ട്സ് കടയിൽ കിട്ടും. പക്ഷേ എനിക്കത് ഇപ്രാവശ്യം കിട്ടിയില്ല. അതിന് വരെ നമുക്കിത് ഇത് ചേർത്ത് കൊടുക്കാം. പക്ഷേ നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം, നല്ലപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഓറഞ്ച് മാർമലേഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇരുന്നത് എക്സ്പയർ ആയെന്നുള്ള കാര്യം ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തപ്പോഴാണ് കേട്ടോ അറിയുന്നത്. അപ്പോൾ രാത്രി 12:30ക്കാണ് ഞാൻ സെപ്റ്റോ ആപ്പിൽ നിന്ന് ഓറഞ്ച് മാർമലേഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധാരണ ഇൻസ്റ്റാമാർട്ടിലും ബ്ലിങ്കിറ്റിലും ഒക്കെയാണ് കാണുന്നത്. പക്ഷേ 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പാതിരാത്രി, അതുകൊണ്ട് അത് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് സെപ്റ്റോ ആപ്പ് ഉണ്ടല്ലോ എന്ന് ഓർക്കുന്നത്. അതിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു 7 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് കൊണ്ടുതരും. ഞാനിതൊക്കെ എപ്പോഴും പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫ് വളരെ ഈസി ആക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ പലർക്കും ഇതൊന്നും അറിയില്ല. ഇതൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു 7 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ ഓറഞ്ച് മാർമലേഡ് ഡെലിവർ ആയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഓറഞ്ച് മാർമലേഡാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം നേരത്തെ പറഞ്ഞ കണക്ക് ഡ്രൈഡ് സ്വീറ്റ് ഓറഞ്ചസും ഏതെങ്കിലും ജാമും ചേർത്ത് കൊടുത്താൽ മതി. ഒന്നെങ്കിൽ പൈനാപ്പിൾ ജാം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്രാവശ്യം ഇതിന് പകരം ഈ ബ്ലാക്ക് ചെറി ഫ്രൂട്ട് സ്പ്രെഡാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ജാമോ പ്രിസർവോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജാം ഒന്നും ഇല്ലയെന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുത്താലും മതിയാകും.
ഇതൊക്കെ ഒരു ഫ്ലേവർ കൂട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അഴുക്കോ വെള്ളം നനവോ ഒന്നും പാടില്ല. അതുപോലെ തന്നെ ബൗളും നല്ല ക്ലീൻ ആയിരിക്കണം, ഡ്രൈ ആയിരിക്കണം. അപ്പോൾ ഇത്രയും ചെയ്താലും മതിയാകും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പൈസസ് ചേർത്ത് കൊടുക്കാം, പക്ഷേ സാധാരണ സ്പൈസസ് ചേർത്ത് കൊടുക്കാറില്ല. കാരണം നമ്മളിത് ഒരുപാട് നാളൊക്കെ വെക്കുമ്പോൾ ഇതിൻ്റെ മണമൊക്കെ അങ്ങ് പോകും. കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നേരിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. അതെല്ലാം നിങ്ങൾ പെട്ടെന്ന് തന്നെ കേക്ക് ഉണ്ടാക്കുമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇങ്ങനെ ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഞാനിവിടെ ജസ്റ്റ് കുറച്ച് സ്പൈസസ് ഒന്നും ചേർത്ത് കൊടുക്കുകയാണ്. നട്ട്മെഗും സിനമണും കാർഡമോ പിന്നെ കുറച്ച് ചുക്ക് പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം വളരെ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എന്നിട്ട് നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു കുപ്പിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുപ്പിയിൽ വെള്ളം നനവ് തീരെ പാടില്ല. നല്ലതായിട്ട് ഡ്രൈ ആക്കിയിട്ടുള്ള കുപ്പിയിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നെകയ്ക്ക് ചേർത്ത് കൊടുക്കൽ ഒരു പകുതി അളവിന് അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം വരെ കുപ്പി നിറയ്ക്കാൻ പാടുള്ളൂ. കാരണം ഇത് ആൽക്കഹോൾ ചേർത്ത് സോക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതെല്ലാം ഇങ്ങനെ വീർത്ത് വരും. അപ്പോൾ അത് വീർക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസും കൂടെ കുപ്പിയിലിട്ടിട്ട് വേണം നമ്മൾ നിറയ്ക്കാനായിട്ട്. അങ്ങ് മുകളിൽ വരെ നിറച്ച് ചേർത്ത് കൊടുക്കരുത്. നമ്മൾ സോക്ക് ചെയ്യാനായിട്ടുള്ള റം ഒഴിച്ചു കൊടുക്കുകയാണ്. റമ്മിൽ സോക്ക് ചെയ്യുമ്പോഴാണ് ഒരു കറക്റ്റ് ടേസ്റ്റും നന്നായിട്ട് പ്രിസർവ് ആയിട്ടും ഇരിക്കുന്നത്. ഗോൾഡൻ റമ്മോ ബ്ലാക്ക് റമ്മോ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ നെകയ്ക്ക് റം ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. നമ്മൾ എല്ലാ ദിവസവും ഇതൊന്നെടുത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അഥവാ റമ്മെല്ലാം ഇത് പിടിച്ചെടുത്ത് റം വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുക. മിനിമം എന്ന് പറയുന്നത് 250 ml ആണ് 1 കിലോ ഡ്രൈ ഫ്രൂട്ട്സിനായിട്ട് നമുക്ക് വേണ്ട റമ്മ്. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് നോക്കുക. അതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്ന സ്പൂണോ തടിയോ എന്താണെന്ന് വെച്ചാൽ അതിലൊട്ടും വെള്ളം നനവോ അഴുക്കൊന്നും പാടില്ല. നമ്മളിത് അടച്ചങ്ങ് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൂക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മൾ 2 ആഴ്ചത്തേക്കെങ്കിലും എല്ലാ ദിവസവും ഇത് തുറന്ന് റം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിൽ വേണം നമ്മളിത് ഇട്ട് വെക്കാനായിട്ട്. റം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വൈനിലും സോക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വർഷം അതിന് മുന്നേയൊക്കെ വിത്ത് ആൻഡ് വിത്തൗട്ട് ആൽക്കഹോളിലുള്ള പ്ലം കേക്കിൻ്റെയും എഗ്ഗില്ലാത്ത പ്ലം കേക്കിൻ്റെയൊക്കെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് റമ്മൊക്കെ പിടിച്ചെടുത്തങ്ങ് നല്ല വീർത്ത് 1/4 ഭാഗത്തോളം കുപ്പി നിറയുന്നതാണ്. 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള ഡ്രൈ ഫ്രൂട്ടിൻ്റെ കുപ്പിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഏതാണ്ട് ഇരട്ടിയായിട്ടുണ്ട് ഇപ്പം സൈസ്. അപ്പോൾ നിങ്ങൾ വലിയ കുപ്പിയിൽ തന്നെ സോക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഡ്രൈ ഫ്രൂട്ട് സോക്കിങ്ങിനെ കുറിച്ചും പ്ലം കേക്കിനെ കുറിച്ചുമുള്ള മുഴുവൻ ഡൗട്ട്സും ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ അല്ലെ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.